നമസ്കാരം പ്രിയപ്പെട്ടവരെ. സംഘപരിവാറിന്റെ ബാനറിൽ KPCC പ്രൊഡക്ഷൻ ചെയ്ത് മാപ്ര ക്രിയേഷൻസിലൂടെ കോലീബി സഖ്യം പുറത്തുവിടുന്ന ബിഗ് ബജറ്റ് മലയാള സിനിമയുടെ അണിയറ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ 10 വർഷം പൂർത്തീകരിക്കുന്ന 2026 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2021 മുതൽ തന്നെ ഈ ബിഗ് ബജറ്റ് മലയാള സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതായി അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഏതാണ്ട് 75% കഥയും കഥാപാത്രങ്ങളുമൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ സർക്കാർ 10 വർഷം പൂർത്തീകരിക്കാൻ ഇനിയും 2 വർഷം ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ള കഥയും കഥാപാത്രങ്ങളുമൊക്കെ ഈ സിനിമയിൽ സമയാധിഷ്ഠിതമായി ചേർക്കുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൂർത്തിയായ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ഏതാണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ സ്വർണ്ണക്കടത്തുണ്ട്, സ്വപ്ന സുരേഷ് ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, പിന്നെ അത് പോരാഞ്ഞിട്ട് അരിക്കൊമ്പനുണ്ട്, റോബിൻ ബെസ് എന്ന് പറയുന്ന ഒരു ഫാൻസ് ഘടകമുണ്ട്, അത് പോരാഞ്ഞിട്ട് മറിയ ചേട്ടത്തി എന്ന് പറയുന്ന ഒരു ഘടകം. ഈ ചേട്ടത്തിയെ ചട്ടിമറിയ ചേട്ടത്തി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചേട്ടത്തിയും കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ KSRTC ഡ്രൈവറുടെ യദുവിൻ്റെ കഥയും ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു എരിഞ്ഞോളി സീനയെ നായികയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ ചില കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ ഹൈലൈറ്റ്സ് ആകുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. ഏതാണ്ട് ഉദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ഏതോ വലിയ കുടുംബത്തിൽപ്പെട്ട ഒരാൾ IMO വീഡിയോയിലൂടെ കൊടിമരം ഉയർത്തുന്ന ഒരു സീനുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തോ പാലാരിവട്ടം പാലത്തെക്കുറിച്ചൊരു കഥയുണ്ടെന്ന് പറയുന്നു. ഒരു കള്ളൻ കമറുച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർണ്ണ കച്ചവടം പാടെ തകർന്ന സമയത്ത് ഇഞ്ചി കൃഷി ചെയ്ത് വലിയ മുതലാളിയായ ഒരു മനുഷ്യന്റെ കഥയും ഇതിൽ കൂടി ചേർക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ ബിഗ് ബജറ്റ് സിനിമ മലയാളികൾ കാണുന്നതിനു വേണ്ടി ഇനിയും ഒരു 2 വർഷവും കൂടി കാത്തിരിക്കേണ്ടി വരും. ഈ 8 വർഷം കൊണ്ട് പൂർത്തീകരിച്ചതിനേക്കാൾ കൂടുതൽ ഇനിയുള്ള 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടി വരും. എന്തായാലും ആ ബിഗ് ബജറ്റ് സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ കാത്തിരിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.